നമസ്കാരം ഗുരുകുല ഭാരതത്തിന്റെ PSC ക്ലാസ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് അനിൽ. ഇന്നത്തെ ക്ലാസ്സിൽ ഗുരുകുല ഭാരതത്തിന്റെ ക്യാപ്സൂൾ എന്ന വിഭാഗത്തിൽ നിന്നും ലോകത്തിലെ പ്രധാനപ്പെട്ട സംഘടനകളും അവയുടെ ഹെഡ് ക്വാർട്ടർ സ്ഥിതി ചെയ്യുന്ന സ്ഥലവുമാണ് പഠിപ്പിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ശ്രദ്ധിക്കുക. UNO അതായത് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ അഥവാ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടേഴ്സ്. യൂണിസെഫ് അഥവാ യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ ഫണ്ടിന്റെ ആസ്ഥാനം ന്യൂയോർക്ക്. യൂണിസെഫിന്റെ ഇപ്പോഴത്തെ മേധാവി ആന്റണി ലേക്ക്. UNDP അഥവാ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ആസ്ഥാനം ന്യൂയോർക്ക്. UNDPയുടെ ഇപ്പോഴത്തെ മേധാവി ആച്ചിം സ്റ്റെയ്നർ. UNAEC അതായത് യുണൈറ്റഡ് നേഷൻസ് അറ്റോമിക് എനർജി കമ്മീഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂയോർക്കിൽ. UNHCR അതായത് യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷൻ ഫോർ റെഫ്യൂജീസിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ജനീവ. ILO അതായത് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ജനീവ. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ഇപ്പോഴത്തെ മേധാവി ഗേ റൈഡർ. UNCTAD അതായത് യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ജനീവ. UNCTADയുടെ ഇപ്പോഴത്തെ മേധാവി മുഖിസ കിട്ടൂയി. WHO അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ജനീവ. WHOയുടെ ഇപ്പോഴത്തെ മേധാവി ഡോക്ടർ മാർഗരറ്റ് ചാൻ. WTO അതായത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ജനീവ. WTOയുടെ ഇപ്പോഴത്തെ മേധാവി റോബർട്ടോ അസുവിഡോ. WEFന്റെ ആസ്ഥാനം അതായത് വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ജനീവ. വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ഇപ്പോഴത്തെ മേധാവി ക്ലോസ് ഷാബ്. WMO അതായത് വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ജനീവ. WMOയുടെ ഇപ്പോഴത്തെ മേധാവി മൈക്കിൾ ജെറാഡ്. വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ജനീവ. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ജനീവ. UNODC അതായത് യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈംസിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് വിയന്ന. IAEA അതായത് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് വിയന്ന. ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഇപ്പോഴത്തെ മേധാവി യുക്കിയ അമാനോ. ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് അതായത് OPECന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് വിയറ്റ്നാം. OPECന്റെ ഇപ്പോഴത്തെ മേധാവി ഡിസാനി അലൈസൺ മഡുക്കെ. UNIDO അതായത് യുണൈറ്റഡ് നേഷൻസ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് വിയറ്റ്നാം. APEC അതായത് ഏഷ്യ പസഫിക് എക്കണോമിക് ഫോറത്തിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് സിംഗപ്പൂർ. വേൾഡ് ബാങ്കിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് വാഷിംഗ്ടൺ DC. വേൾഡ് ബാങ്കിന്റെ ഇപ്പോഴത്തെ മേധാവി ജിം യോങ് കിം. IMF അതായത് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് വാഷിംഗ്ടൺ DC. IMFന്റെ ഇപ്പോഴത്തെ മേധാവി ക്രിസ്റ്റീൻ ലഗാർഡെ. OECD അതായത് ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് പാരീസ്. UNESCO അതായത് യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് പാരീസ്. IMO അതായത് ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ലണ്ടൻ. ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ലണ്ടൻ. കോമൺവെൽത്ത് നേഷൻസിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ലണ്ടൻ. NATO അതായത് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ബ്രസൽസ്. EU അതായത് യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ബ്രസൽസ്. ASEAN അതായത് അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ജക്കാർത്ത. FAO അതായത് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് റോം. ICJ അതായത് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഹേഗ്. SAARC അതായത് സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഓഫ് റീജിയണൽ കോർപ്പറേഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കാഠ്മണ്ഡു. ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ജിദ്ദ.
ട്രാൻസ്പെറൻസി ഇന്റർനാഷണലിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ബെർലിൻ. ഇത്രയും നേരം പഠിപ്പിച്ച അന്താരാഷ്ട്ര സംഘടനകളുടെ ആസ്ഥാനങ്ങൾ വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്